നമസ്കാരം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഇറാൻ ആണത്തമുള്ള ഒരു രാജ്യമാണ്. ആംബിയറുള്ള ഒരു രാജ്യമാണ്. അവരുടെ ഭരണാധികാരികൾ അവിടെ അവരുടെ നാട്ടുകാരോട് കാണിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. അത് അവരുടെ ആഭ്യന്തര കാര്യം. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന ആ ഒരു കൂട്ടം നാണം കെട്ട എന്ന് പറഞ്ഞാൽ പേടിത്തൂറികളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതാണ് അതിന്റെ വാസ്തവം. ഇറാന്റെ കാര്യം ഒന്ന് എടുത്തു നോക്ക്. ഇറാൻ ആയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതിനു മുമ്പും അയാൾ എവിടെയും പോയി വിളിച്ചില്ല. അയാളുടെ ഓഫീസിലിരുന്ന് എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ വരട്ടെ, വരുന്നത് നേരിടാം എന്ന ഒരു ദാർഢ്യത്തിൽ, ആ ഒരു ധൈര്യത്തിൽ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വളരെ കണ്ണിങ് ആയി അവരുടെ കൊട്ടാരവും ആ പ്രദേശവും മുഴുവൻ തകർത്ത് അദ്ദേഹത്തെ അടക്കം കൊന്നുകളഞ്ഞു. ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അടക്കം കൊന്നുകളഞ്ഞു. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുമാണ്. ആ കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞു തകരുന്നത്. ശരി, അദ്ദേഹത്തിന് വേണമെങ്കിൽ ബങ്കറിലേക്ക് പോകാമായിരുന്നു, മറ്റെവിടെയെങ്കിലും പോകാമായിരുന്നു, രക്ഷപ്പെടാമായിരുന്നു. അതൊന്നും ചെയ്തില്ല. ഈ യുദ്ധം തുടങ്ങുന്ന സമയത്തുള്ള വാർത്തകൾ എന്തായിരുന്നു? അലി ഖൊമേനി ബങ്കറിലേക്ക് പോയി, ഒളിച്ചുപോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി കൊണ്ടായിരുന്നു വാർത്തകൾ. എന്നാൽ അങ്ങനെയൊന്നും പോയിട്ടില്ല എന്നും അയാൾ സാധാരണഗതിയിൽ എങ്ങനെയാണോ ഒരു രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കേണ്ടത് അത് അതേപടി തന്നെ നിർവഹിച്ചുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തെ തെല്ലും ഭയപ്പെട്ടിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഷിയാക്കളെ ശരിക്കും അറിയില്ലായിരുന്നു. ഷിയാക്കൾക്ക് സ്വന്തം രാജ്യത്തിന് വേണ്ടി രക്തം കൊടുക്കുക, അതിനുവേണ്ടി മരിക്കുക എന്ന് പറഞ്ഞ് ഷഹീദാണ്, സ്വർഗത്തിലാണ്, സ്വർഗത്തിലേക്കുള്ള യാത്ര എന്നാണ്. അതുകൊണ്ട് അമേരിക്കയിൽ നിന്നുള്ള ഇസ്രായേലിൽ നിന്നുള്ള ആരാലും എങ്ങനെ വന്ന് ആക്രമിച്ചു കഴിഞ്ഞാലും അവർ പേടിച്ചു പോകില്ല. അവർ ആ മരണം ആഗ്രഹിക്കുന്നവരാണ്. അതായത് അത്തരത്തിലൊരു മരണം ആഗ്രഹിക്കുന്നവരെ മരണം കാണിച്ച് നിങ്ങൾ കൊന്നു തള്ളും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അവരെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അറിയാത്തത്. സത്യത്തിൽ ആലോചിച്ച് നോക്ക്. ഈ 8 രാജ്യങ്ങൾ, അറേബ്യൻ രാജ്യങ്ങൾ 8 രാജ്യങ്ങളെ ഒരേ സമയം ഇറാൻ ആക്രമിച്ചു. അതുപോലെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ ഒരേ സമയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതായത് അത്രത്തോളം നാശനഷ്ടങ്ങൾ ഇറാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇറാന്റെ ആഭ്യന്തരമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒരു വശത്ത്, ഈ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വശം ഒരു വശത്ത്, ഈ സമയത്തൊക്കെ അചഞ്ചലമായി നിലകൊണ്ട് ഒറ്റയ്ക്ക് ഒരുത്തൻ അമേരിക്കയോടും ഇസ്രായേലിനോടും ചലഞ്ച് ചെയ്തുകൊണ്ട് അവരുടെ സൈനിക താവളങ്ങൾ, അറേബ്യയിലെ ഉടനീളമുള്ള സൈനിക താവളങ്ങൾ 8 സ്ഥലങ്ങളിലേക്ക് അടിക്കുക, കടന്നടിക്കുക എന്ന് പറഞ്ഞ ചില്ലറ ധൈര്യം പോരാ എന്നതാണ് ഞാൻ പറയുന്നത്. അതായത് ഏതൊരു ഭരണാധികാരിയും, ലോകത്തെ ഏതൊരു ഭരണാധികാരിയും ഇറാന്റെ ഭരണാധികാരിയെ കണ്ടുപിടിക്കണം. അതായത് ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ഭരണാധികാരി എങ്ങനെ നിലനിൽക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രാജ്യത്തുള്ള ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ആയത്തുള്ള ഖൊമേനി ഒരു വശത്ത് ഒരു ഭീകരനായി നിലനിൽക്കുമ്പോൾ മറുഭാഗത്തുള്ളവർക്ക് അദ്ദേഹം ഒരു പുണ്യാളനും ആയിരുന്നു. അതായത് ഷിയ മുസ്ലിങ്ങൾക്ക് അദ്ദേഹം ഒരു എന്താ പറയാ പുണ്യ പുരുഷനായി, അവരുടെ നേതാവായി നിലനിൽക്കുമ്പോൾ അതിന്റെ മറുഭാഗത്തുള്ളവർക്ക് അദ്ദേഹം ശരിയല്ല. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയില്ലേ? ഇന്ത്യയിലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര തന്നെ വികസനങ്ങൾ എങ്ങനെയൊക്കെ നടത്തിയാലും, ഇപ്പോ അറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ നമ്മുടെ സഖാവ് പിണറായി വിജയൻ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തിയിരുന്നത് പോലെ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം കൃത്യമായി നടത്തിക്കൊണ്ടു പോരുന്നുണ്ട്. അതിനു പുറമെ മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യക്ക് എഴുന്നേറ്റ് നിന്ന് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന അന്തസ്സുള്ള ഒരു സ്ഥാനം ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ഭരണാധികാരിയെ ഇന്ത്യയിലെ തന്നെ മറ്റൊരു ഭാഗം എങ്ങനെയാ വിളിക്കുന്നത്? അതെല്ലാം നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റു ചില ഭാഗങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് വളരെ ക്രൂരനും മതവെറി പൂണ്ടിട്ട് ഒരു വിഭാഗത്തെ മുഴുവൻ കൊല്ലുന്നതിനുമാക്കിയാണ് ഇവിടെ ഒരു വിഭാഗം ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഇറാനിലെ ഒരു വിഭാഗം അയത്തുള്ള ഖൊമേനി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭരണ പരമ്പര നല്ല ഒരു ഭരണമാണ് കാഴ്ചവെക്കുന്നത്, രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴും മറുഭാഗം ആ ഖൊമേനി അടക്കമുള്ള ഭരണകൂടത്തെ എതിർത്തുകൊണ്ട് അതിശക്തമായി വിമർശിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നാൽ നമുക്ക് ഇന്ത്യയിലെ അവസ്ഥ എടുക്കാം. ഇന്ത്യയിൽ പാകിസ്ഥാൻ കയറി അടിച്ചു. പാകിസ്ഥാൻ കയറിയിട്ട് അവർ ചൊറിഞ്ഞു, അടിച്ചു എന്ന് പറയാൻ പറ്റില്ല, ചൊറിഞ്ഞു. പാകിസ്ഥാൻ അടിക്കാനുള്ള ശക്തിയൊന്നും അവർക്ക് അതിനുള്ള ധൈര്യം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒന്ന് ചൊറിഞ്ഞു. ഇന്ത്യയിൽ കടന്നു കയറി കുറച്ചു പേരെ വെടിവെച്ചു കൊന്നു. ഇന്ത്യ തിരിച്ചു കൊടുത്തത് എങ്ങനെ? ആ സമയത്ത് എങ്ങനെയായിരുന്നു ഇന്ത്യക്കാരുടെ നിലപാട്? ഇവിടെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾ കുറെ ആൾക്കാരെ കൊന്നെടുക്കുന്നു എന്ന് ആരോപിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് എന്താ പറയാ സ്വൈര്യം കൊടുക്കുന്നില്ല, അവർക്കൊരു സമാധാനം കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അങ്ങനെ കൂടെ നിന്നു? അങ്ങനെയല്ലല്ലോ നിന്നത്. ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്
സർവാത്മന സകല പിന്തുണയും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കൊടുത്തു. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മൊത്തത്തിൽ ഒരു കെട്ടാണ്. നമ്മളെ ഇടയിൽ ഉള്ളിൽ നമ്മൾ സഹോദരങ്ങള് ചിലപ്പോൾ അടിയും പിടിയും തല്ലും വെള്ളമൊക്കെ ഉണ്ടാവും, അത് നമ്മൾ തമ്മിൽ. പക്ഷെ പുറത്തുനിന്ന് ഒരുത്തം കയറുന്ന ചോദിഞ്ഞാൽ ആ പണി അങ്ങ് വീട്ടിൽ വെച്ചിരുന്നാൽ അത് ഇങ്ങോട്ട് കയറണ്ടാക്കുന്നത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. അതാണ് ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നത്. ഇറാനിൽ അവർ തമ്മിൽ അടിയുണ്ട്, കാര്യം ശരി. അവിടെ ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിൽ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാര്യമൊക്കെ ശരി. പക്ഷെ ഇറാന്റെ പരമാധികാരത്തിൽ കയറി അവരുടെ ഭരണാധികാരിയെ കൊന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ഒരുമിച്ച് നിൽക്കും. അത് അവർ മാത്രമല്ല, സമീപ രാജ്യങ്ങളൊക്കെ ഇറാന്റെ ആക്രമണം നേരിടുന്നുണ്ട്. പക്ഷെ എങ്കിലും ആ രാജ്യത്തൊക്കെയുള്ള ജനങ്ങളും ഇറാനൊപ്പമാണ്, അവിടുത്തെ ഭരണാധികാരികളും ഇറാനൊപ്പമാണ് എന്ന് മറന്നു പോകരുത്. ഒരിക്കലും അമേരിക്കയുടെ ഈ ദാർഢ്യത്തിന് കൂട്ടുക്കാൻ പറ്റില്ല. മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും ഈ ആക്രമണത്തിന് തെരഞ്ഞെടുത്ത സമയം ഒന്ന് നോക്കണം. സമയം മുസ്ലിം വിഭാഗം, അതായത് അവരുടെ വിശുദ്ധ നോമ്പ് നടക്കണം. ഇപ്പോൾ ഈ നോമ്പിന് തന്നെ കയറി അടിക്കണമെന്നൊരു വാശി എന്തായിരുന്നു ഇത്രയും നാൾ കാത്തു നിന്നിട്ട്? ഇതിന് മുമ്പാകാമായിരുന്നല്ലോ. അപ്പോൾ നോമ്പിന് തന്നെ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു വിഭാഗീയ ചിന്തയുണ്ട്, ഒരു ക്രൂരമായ മനസ്സുണ്ട്. അതും കൂടി കാണാതെ പോകരുത്. അമേരിക്കയും ഇസ്രായേലും അത് കണക്കാക്കി തന്നെയാണ് നിന്നത്, റമദാന് തന്നെ കയറി അടിക്കണമെന്ന്. അതുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങളൊക്കെ ഇറാനൊപ്പം നിൽക്കേണ്ടി വരുന്നത്. കാരണം മതപരമായി പുണ്യമാക്കപ്പെട്ട ഒരു മാസം, വിശ്വാസികളെല്ലാം പകൽ മുഴുവൻ ഭക്ഷണം, അന്നപാനീയങ്ങൾ, മറ്റ് സുഖ സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് പൂർണ്ണമായും അവരുടെ വിശ്വാസത്തിലേക്ക് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന അതേ മാസത്തിൽ, മുസ്ലിങ്ങൾ ഏറ്റവും പുണ്യമെന്ന് വിശേഷിപ്പിക്കുന്ന, അവരാചരിക്കുന്ന അതേ മാസത്തിലാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചത്, ഇസ്രായേൽ കയറി അടിച്ചത്, അമേരിക്ക ഈ കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് എത്ര തന്നെ ആയാലും, ഇറാനോട് എതിർപ്പുണ്ടെങ്കിലും മറ്റെന്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും, ലോകത്തെ മുസ്ലിം ജനതയ്ക്ക് അമേരിക്കയോടും ഇസ്രായേലിനോടും ആ വെറുപ്പുണ്ടാവും. എനിക്കതുണ്ട്. കാര്യം ഞാനൊരു വിശ്വാസിയായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കതുണ്ട്. തുറന്നു പറയുന്നുണ്ട്, ഒരു വിരോധം എനിക്കില്ല. രാജ്യങ്ങളുടെ നിലനിൽപ്പ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവർ അടിച്ചോ, തമ്മിലടിച്ചോ, ആലോചിച്ചോ തീർന്നോ. ഇനി ആയുധ കച്ചവടം നടത്തണമെങ്കിൽ നടത്തിക്കോ, ഞാനോ നിങ്ങളോ ആരും വിചാരിച്ചാൽ അത് തടയാനും പറ്റില്ല. പക്ഷെ ഈ ലോകത്ത് സാധാരണക്കാരായ വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ വിശ്വാസം, അവരുടെ സമാധാനം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം അത് ചെയ്യാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തെ കയറി ആക്രമിക്കുകയോ മറ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന്റെ ഉദ്ദേശം വേറെയാണ് എന്ന് തന്നെയാണ്. ഇവിടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഉദ്ദേശം വേറെ തന്നെയാണ്. കേവലം ഇറാനെ അടിക്കുക എന്നത് മാത്രമല്ല, മുസ്ലിം സമൂഹത്തെ മുഴുവൻ ഒരു താക്കീത്, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോ, ഞങ്ങളുടെ അടിമയായിട്ട് ഞങ്ങൾ പറയുന്ന അനുസരിച്ച് നിന്നോ, ഇല്ലെങ്കിൽ നീയൊക്കെ അനുഭവിക്കുമെന്നൊരു താക്കീത് കൂടിയാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ മാസം തന്നെ അവർ തെരഞ്ഞെടുക്കില്ല. ഇതിനു മുമ്പാകാമായിരുന്നല്ലോ. ആയത്തുള്ള ഖൊമൈനി നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇതേ അടി അപ്പോഴും അടിക്കാമായിരുന്നല്ലോ. Different angles. Don't forget to subscribe and support this channel.